അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 139. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ബലദിലെ 8 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ ഹ്രസ്വമായ ഒരു വിവരണമാണ് നാം ഇന്നലെ പറഞ്ഞത്. എന്നാൽ 8-9 ആയത്തുകളുടെ ഒരു ചെറിയ വിശദീകരണമാണ് ഇന്ന് നാം കേൾപ്പിക്കുന്നത്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. ലക്ഷ്യം തെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ വിളിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, മനുഷ്യന് നാം 2 കണ്ണുകൾ നൽകിയില്ലേ? സുന്ദരമായ 2 കണ്ണുകൾ. വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും, അതും നമ്മൾ അവന് നൽകി അനുഗ്രഹിച്ചില്ലയോ എന്ന്. മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിവിധ തരത്തിലുള്ള അവയവങ്ങൾ നൽകി അനുഗ്രഹിച്ചതിൻ്റെ പ്രാധാന്യമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല പറഞ്ഞു കേൾപ്പിക്കുന്നത്. എന്നാൽ കണ്ണ്, നാവ്, ചുണ്ട്, ഈ 3 അവയവങ്ങൾ പ്രത്യേകം എടുത്തു പരാമർശിച്ചത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് നാം 2 കണ്ണുകൾ നൽകിയില്ലേ എന്ന് ചോദിച്ചതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ വിശദീകരിക്കുന്നിടത്ത് എല്ലാവരും പറയുന്നു, ആ കണ്ണുകളെ കൊണ്ടാണ് മനുഷ്യൻ ഈ സുന്ദരമായ ലോകത്തെ കാണുന്നത്. കണ്ണില്ലാത്ത മനുഷ്യനോട് ചോദിക്കുമ്പോഴാണ് കണ്ണിൻ്റെ വിലയറിയുന്നത്. വിശേഷ്യ കണ്ണുണ്ടായിട്ട് കണ്ണ് നഷ്ടപ്പെട്ടവനാണെങ്കിൽ അതിൻ്റെ വില നന്നായി അറിയും. തീരെ കാഴ്ചശേഷിയില്ലാത്ത, ജന്മനാൽ കാഴ്ചയില്ലാത്ത ആളുകളോട് ചോദിച്ചു നോക്കൂ, പെറ്റുമ്മയെ കാണാനുള്ള അവരുടെ മോഹം എത്രയായിരിക്കും. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുഖം കാണാൻ ഭാഗ്യമില്ലാത്തവർ ഈ സുന്ദരമായ ലോകത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഒന്നും ഭാഗ്യം ലഭിക്കാത്തവരാണല്ലോ അവർ. അവിടെയാണ് അല്ലാഹു ചോദിക്കുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ. അലം നജ്അൽ ലഹു ഐനൈൻ. എത്ര പ്രസക്തമാണ് ആ ചോദ്യം. എന്നതുപോലെ വലിസാനൻ, സ്ഫുടമായി സംസാരിക്കാൻ ഒരു നാക്കും. മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അത് നാവും ചുണ്ടുമുള്ളത് കൊണ്ട് മാത്രമാണ് അവന് സംസാരിക്കാൻ കഴിയുന്നത്. വലിസാനം വശഫതൈൻ, സംസാരത്തിന് സഹായകമാകുന്ന അവയവമാണ് ചുണ്ടുകളും. അതുപോലെ ഭക്ഷണം കഴിക്കാൻ, അതുപോലെ മുഖത്തിൻ്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ, ഇതൊക്കെ ഈ പറഞ്ഞ ശഫത്തൈനി 2 ചുണ്ടുകൾ കാരണമാവുകയാണ്. 2 ചുണ്ടുകളില്ലായിരുന്നുവെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ആ മനുഷ്യൻ്റെ രൂപം തീർച്ചയായും ഭീകര രൂപമായിരിക്കും. ചുണ്ടുകളില്ലാതെ ഇളിച്ച് കാണിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ,
എത്ര ഭീകരമായിരിക്കും അവൻ്റെ രൂപം. ഒന്ന് ഇളിച്ച് കാണിച്ചാൽ തന്നെ എത്ര ഭീകരമായിരിക്കും, എത്ര വികൃതമായിരിക്കും നമ്മുടെ രൂപം. എങ്കിൽ അപ്പോഴും ചുണ്ടുകൾ പൂർണ്ണമായി ഇല്ലാതാവുന്നില്ല. എന്നാൽ സുന്ദരമായ 2 ചുണ്ടുകൾ നൽകിയില്ലെങ്കിൽ എന്താകും നമ്മുടെ അവസ്ഥ? അതുകൊണ്ടാണ് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ ചുണ്ടുകൾ നൽകിയത് മുഖത്തിൻ്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനും കൂടെയാണ് എന്ന് പറഞ്ഞത്. ഇമാം നസഫി പറഞ്ഞു, യസ്തുറു ബിഹിമാ ഫാഹ്, അവൻ്റെ വായക്കൊരു മറയാണ് 2 ചുണ്ടുകൾ. പിന്നെ സംസാരിക്കാനും തിന്നാനും കുടിക്കാനും മറ്റുള്ളവർക്കുമൊക്കെ സഹായകവും. അവൻ്റെ മോണകൾ മറച്ചു വെക്കുന്നത് ഈ ചുണ്ടുകളാണ്. യസ്തുറു ബിഹിമാ സഗറ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇമാം അബൂ സഊദ് റളിയല്ലാഹു അൻഹും ഇമാം നസഫി റളിയല്ലാഹു അൻഹും വിശദീകരിച്ചത് കാണാം. 2 കണ്ണുകളുടെ കാര്യം പറഞ്ഞു. പെട്ടെന്ന് ചലിക്കുന്ന കണ്ണുകൾ, കണ്ണുകളെ അടച്ചു പിടിക്കുന്ന കൺപോളകൾ, പക്ഷികളുടെ ചിറകുകൾ പോലെ അത് പൂട്ടുകയും തുറക്കുകയും ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കടന്ന് ശല്യം ചെയ്യാൻ വരുന്ന പ്രാണികളെ വിരട്ടാൻ ഉപയോഗിക്കുന്ന ഇമകൾ, കണ്ണിൻ്റെ മുകളിലുള്ള ചെറിയ രോമങ്ങൾ, ഇമകൾ, കണ്ണിൻ്റെ കൺപോളകളുടെ വക്കിലുള്ള ഇമകൾ ഒരു വലിയ അത്ഭുതമാണ്. മാത്രവുമല്ല, കണ്ണിൻ്റെ തൊട്ടുമുകളിൽ അല്ലാഹു പിരികം നൽകി അനുഗ്രഹിച്ചത് അതും കണ്ണിൻ്റെ കാഴ്ച ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് മനുഷ്യ ശരീര സംബന്ധമായ വിവരണങ്ങൾ പറയുന്ന പുസ്തകങ്ങളിലും അതുപോലെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയത് കാണാം. പരിസരം കറുപ്പ്, അതുപോലെ കണ്ണിനുള്ളിലെ കൺതടം, ഇങ്ങനെ തുടങ്ങിയിട്ട് കറുത്ത പശ്ചാത്തലത്തിൽ നിന്നാണ് കണ്ണിൻ്റെ കാഴ്ചയെ ശക്തിപ്പെടുത്തുന്നത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണെഴുതാൻ പറഞ്ഞപ്പോൾ അതിന് കാരണം പറഞ്ഞത് സുറുമയിട്ടുകൊണ്ട് കണ്ണെഴുതാൻ പറഞ്ഞപ്പോൾ അതിന് കാരണം പറഞ്ഞത് സുന്നത്താണല്ലോ. ഇന്നഹു യുഖവ്വിൽ ബസർ, അത് കണ്ണിൻ്റെ കാഴ്ച ശക്തിപ്പെടുത്തുമെന്നാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയിട്ട് കണ്ണിൻ്റെ ഉള്ളിലുള്ള കൃഷ്ണമണികൾ ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ ചലിക്കും, നിഷ്പ്രയാസം ചലിക്കും. പിരടി തിരിക്കാതെ തന്നെ, കഴുത്തൊടിക്കാതെ തന്നെ ഏകദേശം വലതുഭാഗത്തും ഇടതുഭാഗത്തുമൊക്കെയുള്ളത് നോക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ 2 കണ്ണുകൾ അല്ലാഹു നൽകിയിരിക്കുന്നത് നേർരേഖയിലാണ്. അതൊന്ന് താഴെയും ഒന്ന് മുകളിലുമായിരുന്നെങ്കിൽ നാം കാണുന്ന വസ്തുക്കളെ ഇരട്ടയായിട്ട് കാണുമായിരുന്നു. ഒരു കണ്ണ് ഒന്ന് കുത്തിപ്പിടിച്ചാൽ, ഒരു ഭാഗത്തേക്ക് അതിൻ്റെ പൊസിഷൻ ഒന്ന് തെറ്റിച്ചു പിടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, നാം കാണുന്ന വസ്തുക്കളെ നമുക്ക് ഇരട്ടയായിട്ടാണ് ദർശിക്കാൻ സാധിക്കുക. എന്നതുപോലെ നാവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആശയങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വലിയ മാധ്യമമാണ് നാവ്. അതുപോലെ ഇടപാടുകൾ, സാക്ഷ്യങ്ങൾ, ഇതൊക്കെ നടക്കുന്നത് നാവുകൊണ്ടാണ്. മധുരവും കയ്പും പുളിയും തുടങ്ങിയ രുചികൾ നാം മനസ്സിലാക്കുന്നത് നാവുകൊണ്ടാണ്. നാവില്ലായിരുന്നുവെങ്കിൽ കൂടുതൽ ആംഗ്യഭാഷയിലേക്ക് മനുഷ്യൻ തിരിയും, അല്ലെങ്കിൽ എഴുത്തുഭാഷ മാത്രമായിരിക്കും അവൻ്റെ മുമ്പിലുള്ള പരിഹാരം. അതൊക്കെ കൂടുതൽ പ്രയാസങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ്. നമുക്ക് സംസാരിക്കുന്നതിലധികം ആവശ്യം വരുന്നത് കേൾക്കലും കാണലുമാണ്. അതുകൊണ്ട് തന്നെ നാവ് ഒന്നാണ്, പക്ഷേ കണ്ണും കാതും 2 ഈ രണ്ടുണ്ട്.
കാരണം സംസാരിക്കുന്നതിനേക്കാളേറെ ആവശ്യം കേൾക്കലും കാണലുമാണ്. മറ്റൊരു സൂചനയും കൂടെ അവിടെ ഉണ്ട്. നാവൊന്നും കണ്ണും കാതും ഈ രണ്ടുമാക്കിയതിൽ പരമാവധി മനുഷ്യൻ അവൻ്റെ സംസാരം ഹൈറായ കാര്യങ്ങളിൽ മാത്രം ഒതുക്കി പിടിക്കണം. അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന സന്ദേശമുണ്ടതിൽ. മാത്രവുമല്ല, ഒന്നാക്കി എന്ന് മാത്രമല്ല, വായക്കുള്ളിലാണ് നാവിനെ അള്ളാഹു സൃഷ്ടിച്ചത്. അതിൻ്റെ ഇപ്പുറത്ത് പല്ലുകളും ചുണ്ടുകളുമൊക്കെ വേലികളാണ്. അതുകൊണ്ട് തന്നെ ആ ചുണ്ടുകൾ തുറന്ന്, പല്ലുകൾ തുറന്ന്, ചുണ്ടുകൾ തുറന്നെങ്കിൽ മാത്രമേ നാവ് പുറത്തേക്ക് വരൂ, സംസാരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് പരമാവധി അടച്ചു പിടിക്കുക, ആവശ്യമുള്ളപ്പോൾ മാത്രം തുറക്കുക. അതായത് സംസാരം അധികരിപ്പിക്കാതിരിക്കുക, അനാവശ്യ സംസാരങ്ങൾ ഉപേക്ഷിക്കുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനാവശ്യ സംസാരങ്ങൾ വരാതിരിക്കാൻ വേണ്ടി വായിൽ കല്ലെടുത്തിട്ടിരുന്നു, കല്ല് സൂക്ഷിച്ചു വച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിഠായിയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വസ്തു വായിലുണ്ടെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല. അതെടുത്തിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ സംസാരം കൃത്യമാവുകയുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. അപ്പോൾ ഈ പറഞ്ഞ അവയവങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയത് വലിയ പാഠമാണ്. ഹദീസിൽ വന്നു, യബ്ന ആദമ ഇന്നാ സഅക ലിസാനുൻ ഫീമാ ഹറംതു അലൈക്. മനുഷ്യ, നിനക്ക് നാം ഹറാമാക്കിയ കാര്യത്തിൽ നാവ് നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഹറാമായത് പറയാൻ തന്നെ നാവ് ഒരുമ്പെടുകയാണെങ്കിൽ, ഫഖദ് അൻതുക ബിത്വബഖതൈനി ഫാതുബിഖ്, ആ നാവിനെ ഒതുക്കിപ്പിടിക്കാൻ 2 മതിൽക്കെട്ടുകളെ കൊണ്ട് ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്. ഫാതുബിഖ്, നീ അത് പൂട്ടിപ്പിടിക്കുക. അത് 2 ചുണ്ടുകളാണ്. വലിസാനം വശഫതൈൻ എന്ന് പറഞ്ഞ 2 ചുണ്ടുകൾ. നിന്റെ കണ്ണുകൾ പാടില്ലാത്തത് കാണണം എന്ന് നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ, ഫഖദ് അൻതുക അലൈഹി ബിത്വബഖതൈൻ, അവിടെയും 2 തട്ടുകൾ നൽകി നിന്നെ സഹായിച്ചിട്ടുണ്ട്. ഫഅതുബിഖ്, ആ 2 തട്ടുകൾ നീ അടച്ചു കളയുക. അതായത് 2 കൺപോളകൾ അടച്ചു കളഞ്ഞാൽ ഒന്നും കാണില്ല. കാണാൻ പാടില്ലാത്തതിലേക്ക് കണ്ണു നോക്കുമ്പോൾ കണ്ണു ചിമ്മുക, പറയാൻ പാടില്ലാത്തത് പറയാനൊരുങ്ങുമ്പോൾ ചുണ്ടടക്കുക. ഇതാണ് ഹദീസിൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതാവട്ടെ, അള്ളാഹു ഈ അവയവങ്ങളൊക്കെ നേരാം വണ്ണം ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.